ആറാമത്തെ ശ്ലോകം ചൊല്ലാം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്ദസന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഓരോ അക്ഷരങ്ങളുടെയും ഈ ചില അക്ഷരങ്ങളുടെയൊക്കെ ഒടുവിൽ 2 കാണാം. അതാണ് വിസർഗം. ആ വിസർഗം പറയുന്നിടത്ത് നീട്ടി പറയരുത്. ഇതിവിടെ തന്നെ സന്തോഹമന്ത, അന്താന്ന് വായിക്കരുത്. അപ്പം ഓരോ അക്ഷരങ്ങളായിട്ട് പറയാമത്. തത്തേ പ്രത്യഗ്ര ധാരാധര ലളിത കളായാവലി കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാ നിലയനം അമൃതസ്യന്ദസന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഇതാണ് ശ്ലോകം. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പ്രത്യഗ്രധാരാധര ലളിതകളായാവലി കേളികാരം, നല്ല പൊതുമേഘങ്ങളുടെയും മനോഹരമായ കായാമ്പൂവിൻ്റെ കൂട്ടം കൂടിയുള്ള ആ ഒരു പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാണുന്നതും ഇതിന് രണ്ടിനും തുല്യമായതും ലാവണ്യസ്യ ഏകസാരം, ലാവണ്യത്തിൻ്റെ മികച്ച സത്തായതും സുഹൃതി ജനദൃശ പൂർണ്ണ പുണ്യാവതാരം, സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായി അവതരിച്ചതും ലക്ഷ്മി നിശങ്കലീലാ നിലയനം, ശ്രീ മഹാലക്ഷ്മിക്ക് ഒരു മടിയും കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഹം സിഞ്ചത്, ധ്യാനനിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ തത് തേവപു, ആ നിന്തിരുവടിയുടെ ശരീരത്തെ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അനുകലയെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. അതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം.